City Gold, Gold and Diamonds, Kerala and Karnataka. കേസസ് വളരെ ടെക്നിക്കൽ കേസസ് ആണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്ത അന്വേഷണത്തിന് അത് ബാധിക്കും. പിന്നെ ഫർദർ ഡിറ്റക്ഷൻസ് എന്തുണ്ട് അതിനും അത് ബാധിക്കും. സോ വി വിൽ ബി ഗിവിംഗ് നമ്മൾ തരുന്ന ഇൻഫർമേഷൻ ലിമിറ്റഡ് ആയിരിക്കും. സോ കൂടുതൽ ഇതിൽ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഓക്കെ, ഇതല്ലാതെ വേറെ എന്തായാലും ചോദ്യം അത് പറയുമ്പോൾ എനിത്തിങ് എൽസ് റിഗാർഡിങ് NDPS നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസോ അങ്ങനെ എന്തായാലും നിങ്ങൾ ചോദിക്കാൻ ആവശ്യമുള്ള യു കെൻ ആസ്ക്. പക്ഷേ ഈ കേസിന് ഇൻവെസ്റ്റിഗേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കരുത്. ഓക്കെ, അത് ഈ കേസിനെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും, പിന്നെ ഫ്യൂച്ചർ ഡിറ്റക്ഷൻസിനെ ബാധിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ റീസൺ ഐ എം ബ്രീഫിംഗ് ഓൾ ഓഫ് യു ബിഫോർ ഹാൻഡ് ഓവർ. 20th സെപ്റ്റംബർ നമുക്ക് ഒരു റിലയബിൾ ഇൻഫർമേഷൻ കിട്ടി. ഉപ്പളയിൽ പട്വാടിയിൽ ഒരു അസ്ഗർ അലി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ കുറേ NDPS സബ്സ്റ്റൻസസ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ കിട്ടി. അത് അറിഞ്ഞ SHO മേൽപ്പറമ്പ സന്തോഷ് കുമാർ അവിടെ എത്തി. പുള്ളി അവിടുത്തെ SI മഞ്ചേശ്വർ SIനെ ഇൻഫോം ചെയ്തിട്ട് മഞ്ചേശ്വർ ടീമും പിന്നെ SHO മേൽപ്പറമ്പ സന്തോഷ് അവർ വീട്ടിന് റെയ്ഡ് ചെയ്തു. വീട് റെയ്ഡ് 3.4 kg MDMA, പിന്നെ 640 grams ഗാഞ്ച, 96.96 grams കോക്കെയിൻ, പിന്നെ ഒരു 30 ക്യാപ്സ്യൂൾസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആവശ്യ നടപടികൾ എടുക്കുന്നുണ്ട്. ആസ് പെർ പ്രൊസീജിയർ എല്ലാം സീസ് ചെയ്ത് FSL ലാബിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഇയാൾക്ക് സോഴ്സും പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ എവിടെ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം ഈ പൈസ കിട്ടുന്നത് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ. പിന്നെ റിസൾട്ട്സ് കിട്ടിയ ഷെയറി മുക്തമാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എഫേർട്സ് എടുക്കും ആൻഡ് വി വിൽ ട്രൈ ടു ഡിറ്റക്ട് എത്ര മാക്സിമം കേസസ് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ നാട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇൻഫർമേഷൻ ഉണ്ട ആൾക്കാർ നമുക്ക് നേരിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. കൺസേൺ SHOs ആയാലും ജനമൈത്രി പോലീസ് വേറെ എല്ലാ സ്റ്റേഷനിലും ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാം. SHOമാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. SDPOമാരുണ്ട്, DSPമാർ, അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഇല്ല നേരിട്ട് ജില്ലാ പോലീസ് മേധാവിക്കും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ ഇതിപ്പോൾ പ്രതിനെതിരെ രണ്ടാമത്തെ കേസാണ്. അതും NDPS കേസ് തന്നെയാണ്. പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ്, അവരവിടെ പോകണ്ടെന്നൊന്നുമില്ല. പിന്നെ മഞ്ചേശ്വർ പോലീസ് അവിടെ ഇല്ല എന്നല്ല, അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അവർ ഇവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ട് ടീം വർക്കാണ് ചെയ്തത്. ഇത് നമ്മൾ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. ഇത് ചെയ്തത് ടീം വർക്കാണ്. 2-3 പോലീസ് സ്റ്റേഷൻ ആൾക്കാർ ചേർത്തിട്ട് ചെയ്ത ഒരു ടീം എഫേർട്ട്. ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രൊസീഡ്സ് നിന്നും അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറ്റാക്ക് ചെയ്യും. ചെയിൻ എന്താ ഉണ്ട് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഫൈനാൻസസ്. അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത സമയത്തിൽ ഇതിന് സർക്കുലേഷൻ കുറയും. ഈ അസെറ്റ്സ് ഇതെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കാരണം ഇതാണ്. ഇതിന് ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനാണ്. ഈ NDPS ആക്ടിൽ തന്നെ ഇതെല്ലാം പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോ സൊസൈറ്റിയിൽ എത്രത്തോളം ഇതിന് ഡീപ്പായി പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആരെല്ലാം ഇൻവോൾവ് ആണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടെത്താൻ പറ്റിട്ടില്ല. പക്ഷെ എഫേർട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടുമ്പോൾ അതിനെ ട്രേസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആരെല്ലാം ഇൻവോൾവ് ആണ്, ചിലപ്പോൾ എല്ലാവരും കണ്ടെത്താൻ പറ്റുന്നില്ല ചില സമയങ്ങളിൽ. അതായിരിക്കും നെക്സ്റ്റ് അടുത്ത നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ എഫേർട്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എഫേർട്സ് കൺസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ കൂടുതൽ ശക്തമായ നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. എന്തെല്ലാം രീതിയിൽ ഇവർക്ക് നമ്മൾ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം നമ്മൾ നോക്കി അതുപോലെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. മുതൽ നമുക്ക് സീഷർ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് കുറെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വി ആർ കണ്ടിന്യൂയിങ് ഇൻവെസ്റ്റിഗേഷൻ.
Kerala and Karnataka, the glow of purity. എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളുടെ അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ പെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ പെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. Gapagari sa padani madani madani sawagari sa nisa nisa nisa. പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നീരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ മൃദകൃത്യേ മൃദുഭാവേ
ദൃഢകൃത്യേ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ, നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല.
അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും